ഫ്ലോട്ട് ലൈക്ക് എ ബട്ടർഫ്ലൈ, സ്റ്റിങ് ലൈക്ക് എ കില്ലർ ബീ. ബോക്സിംഗ് ഇതിഹാസമായിട്ടുള്ള മുഹമ്മദ് അലിയുടെ വാക്കുകളാണിത്. ഖാലിദ് റഹ്മാൻ്റെ ആലപ്പുഴ ജിംഖാന. പണ്ട് പുള്ളിക്കാരൻ്റെ സ്കൂൾ ടൈമിൽ, ഖാലിദ് റഹ്മാൻ്റെ സ്കൂൾ ടൈമിൽ ജിംഷി ഖാലിദും അദ്ദേഹം കൂടെ ചേർന്നിട്ട് സ്കൂളിൽ മാർക്കൊക്കെ കുറഞ്ഞ സമയത്ത് കുറച്ച് ഗ്രേസ് മാർക്കിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു സ്പോർട്സ് ആക്ടിവിറ്റിയിൽ പങ്കെടുക്കാം എന്നൊക്കെ വിചാരിച്ച് അവരന്നൊരു ബോക്സിംഗ് കോച്ചിങ്ങിനൊക്കെ പോയി ജില്ലാതലത്തിലും സ്റ്റേറ്റ് ലെവലിലൊക്കെ പോയി ഇടികൊണ്ടും മെഴുകിയൊരു കഥയുണ്ടായിരുന്നു. ആ കഥയെ ബേസ് ചെയ്തുകൊണ്ട് തല്ലുമാലയുടെ ഫുൾ ക്രൂ ഒരു റീയൂണിയൻ പോലെ അവർ തന്നെ ഉണ്ടാക്കിയ ഒരു സ്പോർട്സ് ഡ്രാമ, ലൈക്ക് ഒരു കോമഡി സ്പോർട്സ് ഡ്രാമ ജോണറിലുള്ളൊരു മൂവിയാണ് ആലപ്പുഴ ജിംഖാന. കേന്ദ്ര കഥാപാത്രം നസ്ലിനാണ്. നസ്ലിൻ, ലുക്കുമാൻ അവറാൻ, അതേപോലെ ബേബി ജീൻ, ഫാലിമിയിലുണ്ടായിരുന്ന സന്ദീപ്, അങ്ങനെ കുറച്ചധികം കൂടുതലും യങ്സ്റ്റേഴ്സാണ്. പിന്നെ സീനിയർ ആക്ടേഴ്സ് എന്ന് പറയാനായിട്ട് കോട്ടയം നസീർ പോലുള്ള ആൾക്കാരും ഇപ്പുറത്തിനകത്തുണ്ട്. ബേസിക്കലി ഒരു ഫൺ മൂവി തന്നെയാണ്. ഒരു സ്പോർട്സ് ഡ്രാമ എന്നുള്ളൊരു സംഗതിയിൽ ഇതിനകത്ത് വരുന്നുണ്ടെങ്കിലും നമുക്ക് സ്പോർട്സ് ഡ്രാമയ്ക്ക് ഒരു പ്രത്യേക പാറ്റേൺ ഉണ്ടല്ലോ. ഒരു അണ്ടർ ഡോഗ് ആയിരിക്കണം, അവർ കളിച്ച് കയറി വന്ന് അവരൊരു സ്പോർട്സിൽ ഇവൻറ്റിൽ ഒരു ഭയങ്കര സംഭവം അടിക്കുക എന്നുള്ളതാണല്ലോ ഒരു ടിപ്പിക്കൽ ടെംപ്ലേറ്റ്. പക്ഷേ ഇത് അങ്ങനെ ഒരു ടിപ്പിക്കൽ ടെംപ്ലേറ്റിൽ പോകുന്ന ഒരു പടമല്ല. ആക്ച്വലി അതൊരു പാത്ത് ബ്രേക്കിംഗ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാൻ പറ്റും. പിന്നെ ഇതിനകത്ത് കുറച്ചുകൂടെ ഫ്രണ്ട്ഷിപ്പ്, അവരുടെ ആ ഒരു ബോണ്ടും മോട്ടിവേഷനും പരിപാടികളൊക്കെ പിടിച്ചിട്ടുള്ള ശരിക്കും ഒരു റിയൽ ഇൻസിഡൻറ്റിൽ നിന്നുള്ള ഒരു സംഗതിയും കൂടെ ആയതുകൊണ്ട് തന്നെ അതിനൊരു ഭയങ്കര ഒരു ഫ്രഷ്നെസ്സും ഈ പടത്തിനകത്ത് ഉണ്ടായിരുന്നു. തല്ലുമാലയുടെ ടീം എന്ന് പറയുമ്പോൾ തന്നെ ഡയറക്ടർ ഖാലിദ് റഹ്മാൻ, സിനിമാറ്റോഗ്രാഫർ ജിംഷി ഖാലിദ്, മ്യൂസിക് വിഷ്ണു വിജയ്, എഡിറ്റർ നിഷാദ് യൂസഫ്, പിന്നെ അതിനകത്ത് അഭിനയിച്ചിരുന്ന മെയിൻ ആൾക്കാരൊക്കെ ഇതിനകത്തും ഉണ്ട്. നമ്മുടെ ലുക്കുമാനുണ്ട്, സ്വാതിയുണ്ട്, അതേപോലെ അദ്രിയുണ്ട്. അങ്ങനെ ഒരു റീയൂണിയൻ തന്നെയാണ് ആക്ച്വലി പടം. ടൊവിനോയും കൂടെ ഞാൻ ഇതിനകത്തൊരു ഗസ്റ്റ് റോളെങ്കിലും പ്രതീക്ഷിച്ചു, പക്ഷേ ഉണ്ടായില്ല. ഷൈൻ ടോം ചാക്ക ഉണ്ട്. ഗണപതി ഖാലിദ് റഹ്മാനെ മഞ്ഞുമൽ ബോയ്സിൽ കാസ്റ്റ് ചെയ്തു. ഖാലിദ് റഹ്മാൻ തിരിച്ച് ഗണപതിയായി പടത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു പിള്ളേർ സെറ്റ് പടം, ഒരു പിള്ളേർ വൈബ് പടം. നല്ല ഡയലോഗ്, നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറേ സംഗതികൾ, ഫ്രണ്ട്ഷിപ്പ്, ആലപ്പുഴയിലെ ഒരു ബാക്ക് ഡ്രോപ്പിൽ ഭയങ്കര രസമായിട്ടാണ് പടം ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ജിംഷിയുടെ ക്യാമറ, ഫാസ്റ്റ് മൂവിങ് ക്യാമറ, അതുപോലെ തന്നെ എഡിറ്റിങ്, ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് നമുക്ക് തല്ലുമാലയിൽ കണ്ട സാധനങ്ങളൊക്കെ തന്നെ വേറൊരു ഫ്രഷ് പരിപാടിയായിട്ട് ഇതിനകത്ത് പിടിച്ചിരിക്കും. തല്ലുമാലയിൽ ആ ഫൈറ്റുകളും ആ ഫൈറ്റ് കൊറിയോഗ്രാഫിയും അതിനകത്ത് ക്യാമറ എഡിറ്റിംഗ് പരിപാടികളൊക്കെയാണ് ഇതിനകത്ത് രസമായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത്. തല്ലുമാലയിലൊക്കെ ഉണ്ടായിരുന്ന അതേ ടെക്നിക്കൽ ബ്രില്യൻസ് തന്നെ ഇതിനകത്ത് കാണുമ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അത്ര ഗംഭീരമായിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഈവൻ ഓഡിയോഗ്രാഫി വിഷ്ണു ഗോവിന്ദ്, അങ്ങനെ എല്ലാവരും ഫൈറ്റ് കൊറിയോഗ്രാഫി ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകം ഇവർ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇവർക്ക് എല്ലാ ആക്ടേഴ്സിനും പ്രത്യേകം ട്രെയിൻ ചെയ്യിച്ചു. എല്ലാ ആക്ടേഴ്സും പ്രത്യേകമായിട്ട് ഇതിനു വേണ്ടി ബോഡി അവരുടെ ട്രാൻസ്ഫോർമേഷൻ നടത്തിയിട്ടുണ്ട്. വർക്ക് ചെയ്തു എന്നുള്ളത്, അല്ലെങ്കിൽ പ്രീ പ്രൊഡക്ഷനിൽ അവർ എന്തോരം എഫേർട്ട് ഇട്ടു എന്നുള്ളത് നമുക്ക് സിനിമയിൽ കാണാനുണ്ട്. എസ്പെഷ്യലി ഇതിനകത്ത് ലേഡി ക്യാരക്ടേഴ്സിനകത്ത് വരുമ്പോൾ അനഘ രവി, പുള്ളിക്കാരിയുടെ ബോക്സിംഗ് ട്രെയിനിങ് ഒക്കെ ശരിക്കും പടത്തിനകത്ത് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പുള്ളിക്കാരി ശരിക്കും ഒരു ബോക്സറെ പോലെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ ആ പഞ്ചാര പഞ്ച് എന്നുള്ള പാട്ടുകൾ ഇതിനകത്ത് പടം മുഴുവൻ ഏകദേശം എൻ്റെ ഇൻ്റർവ്യൂവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് 10ഓളം പാട്ടുകളുണ്ട്. നമുക്ക് പാട്ട് വരുന്നതും പോകുന്നതും നമ്മൾ അറിയുന്നില്ല. പടത്തിൻ്റെ ഫ്ലോയിൽ നല്ല രസമായിട്ട് വരുന്നുണ്ട്. എനിക്ക് എസ്പെഷ്യലി വിഷ്ണു വിജയ് ഉണ്ട് പടത്തിൽ. ഫസ്റ്റ് ഹാഫ് ലൈക്ക് നോർമൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ നമുക്കറിയാം 1-2 പാട്ടുകളൊക്കെ പോകുന്നുണ്ട്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോകുന്നുണ്ട്, രസമായിട്ട് പോകുന്നുണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫിൽ റിങ്ങിനകത്ത് കയറിയ ശേഷം വിഷ്ണു വേറെ ലെവലിലേക്ക് ഇതിൻ്റെ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൊണ്ടുപോയിട്ടുണ്ട്. കുറേ റാപ്പ് ഇതിനകത്ത് വരുന്നുണ്ട്, നല്ല കുറേ ബീറ്റ്, നല്ല നമുക്ക് ആ നമ്മളെ സീനിൽ നമ്മൾ ശരിക്കും ഇടുക്കട വരണം എന്ന് പറഞ്ഞ് നമ്മളെ കൊടുക്കുക എന്നുള്ള ആ ഒരു രീതിയിലേക്ക്, നമ്മൾ ആ ഒരു റേഞ്ചിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നൊരവസ്ഥയിലേക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറ്, അതേപോലെ തന്നെ എഡിറ്റിംഗ് പാറ്റേൺ, ക്യാമറ വർക്ക് എല്ലാം വന്നിട്ടുണ്ട്. ക്യാമറ നമുക്ക് ഓരോ സമയത്ത് ക്യാമറ എവിടെ നിന്നൊക്കെ വരുന്നു, ഒരു മിനിറ്റിനുള്ളിൽ ക്യാമറ 3, 4, 5 ആംഗിളൊക്കെ വരുന്നു. ജസ്റ്റ് ബാക്കിൽ നിന്ന് വരുന്നു, പുറകിൽ സൈഡിൽ നിന്ന് വരുന്നു. അങ്ങനെ ഭയങ്കര രസമായിട്ടാണ് ഇതിനകത്ത് ക്യാമറ വർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് ഡയറക്ടർ തന്നെ ഇൻ്റർവ്യൂവിൽ വന്നിട്ട് മൊത്തം കഥയങ്ങ് പറയാം, ഇതാണ് കഥ, ഇതാണ് സംഭവം, ഇതെങ്ങനെ വരുന്നു, ഇതെങ്ങനെ വർക്കൗട്ട് ചെയ്തു, ഇതെങ്ങനെ സിനിമയാക്കി നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളതിൽ തന്നെയാണ് കാര്യം. ഇതൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് എന്നുള്ള നിലയിൽ നിങ്ങളിത് തിയേറ്ററിൽ പോയി കാണുക എന്നുള്ളത് തന്നെയാണ് ഇതിനകത്തെ കാര്യം. ആക്ടിങ് ആയിക്കോട്ടെ, നസ്ലിൻ്റെ ആ ഒരു ചാം ഉണ്ടല്ലോ, പുള്ളിക്കാരനങ്ങ് പടം മൊത്തത്തിൽ കൊണ്ടുപോവാണ്. പടത്തിനകത്ത് പുള്ളി തന്നെയാണ് ഈ ഫുൾ ക്യാരക്ടേഴ്സിനെയും കൊണ്ടുപോകുന്നത്. എല്ലാവരുമായിട്ട് ജെല്ലായി ഭയങ്കര രസമായിട്ട് ആ ഒരു ക്യാരക്ടർ പിടിച്ച് നല്ല രീതിയിൽ പുള്ളി കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ ലുക്ക്മാൻ, പുള്ളിയുടെ ആ ഒരു ഫൈറ്റ് നമുക്കറിയാം. പുള്ളി കഴിഞ്ഞ പടങ്ങളിലും തല്ലുമാലിലൊക്കെ ചെയ്തു വെച്ചേക്കുന്ന ഒരു ഫൈറ്റിനകത്ത് പുള്ളിയുടെ ആ ഒരു ഈസിനെസ്,
ഒക്കെ നല്ല രസമാണ്. ഗണപതിക്ക് ഗംഭീരമായിട്ടുള്ള റോള്. കരിയറിൽ വന്ന് നോക്കുമ്പോഴത്തേക്ക് ഗണപതിയുടെ ക്യാരക്ടർ ശരിക്കും നല്ലൊരു പടത്തിന് ഇതുവരെ വന്നിട്ടുള്ളതിൽ വെച്ചൊരു നല്ല ക്യാരക്ടറാണ് ഗണപതിക്ക് ഇതിനകത്ത് കിട്ടിയത്. പുള്ളിയും നന്നായിട്ട് പടത്തിനകത്ത് പിള്ളേരോടൊപ്പം നന്നായിട്ട് ട്രെയിനായി നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പടത്തിൻ്റെ ഫൈറ്റ് ഏരിയ എല്ലാം നന്നായിട്ടുണ്ട്. ഞാനൊരു മുഹമ്മദ് അലി ഫാനോ ഞാനൊരു ബോക്സിംഗ് ഫാനോ അങ്ങനെയൊന്നുമല്ല. ഞാൻ ബോക്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട സിനിമകൾ ശരിക്കും 1-2 കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിനേക്കാൾ ഉപരി അങ്ങനെ വലിയൊരു സംഗതികളോ കാര്യങ്ങളൊന്നുമില്ല. എന്നിട്ട് പോലും നമുക്ക് ഈ സിനിമ കാണുമ്പോൾ ഒന്ന് ബോക്സിംഗ് ഒന്ന് ട്രെയിൻ ആയാലോ, നമുക്കൊന്ന് പമ്പാകാം, ഒരു ലൈക്ക് ഒരു സ്പോർട്സ് പോലെ അല്ലെങ്കിൽ നമ്മൾ ജിമ്മിൽ പോകുന്ന പോലെ ഒരു വർക്കൗട്ട് പോലെയൊക്കെ ഒന്ന് നമുക്കൊരു സ്പോർട്സ് ആക്ടിവിറ്റി പോലെ നമുക്കതൊരു ബോക്സിംഗ് ഒന്ന് ട്രൈ ചെയ്താലോ അല്ലെങ്കിൽ ബോക്സിംഗ് ഒന്ന് പഠിക്കാൻ പോയാലോ എന്ന് തോന്നത്തക്ക രീതിയിലുള്ളൊരു ഫയർ നമ്മുടെ നമുക്ക് നമ്മുടെ മനസ്സിൽ ഈ പടം ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് പേഴ്സണലി തോന്നി ഈ പടത്തിന് ശേഷം നമ്മുടെ നാട്ടിലെ കുറച്ചധികം ചെറുപ്പക്കാരെങ്കിലും ഒന്ന് ബോക്സിംഗ് പഠിച്ച് കളയാലോ, അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഒന്ന് ബോക്സിംഗ് നമുക്കൊന്ന് ട്രൈ ചെയ്താലോ എന്നൊരു തോന്നലുണ്ടാവും. മിക്കവാറും ഈ ഒരു ആഴ്ച 2 ആഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ ഈ ഒരു വെക്കേഷൻ സമയത്ത് കുറച്ചധികം ആളുകൾ ബോക്സിംഗ് പഠിക്കാൻ പോകാനും സാധ്യതയുണ്ട്. ഇതിനു മുമ്പ് സാർപ്പാട്ട പരമ്പര എന്ന് പറഞ്ഞ പടമാണ് എനിക്ക് ബോക്സിംഗ് ഓറിയൻറ്റഡ് ആയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളതിൽ. പക്ഷേ അതൊരു പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു. അതിനകത്തൊരു ജാതീയതയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ പൊളിറ്റിക്സ് വെച്ചിട്ടാണ് പൊളിറ്റിക്സ് എൻ്റെ ഒരു അണ്ടർലൈൻ ലെയറിൽ പൊളിറ്റിക്സ് ഓടിക്കൊണ്ടാണ് മേളിൽ സ്പോർട്സ് ഡ്രാമ എന്നുള്ള നിലയിൽ ഈ സാർപ്പാട്ട പരമ്പര പടം വന്നത്. അതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. മലയാളത്തിൽ ബോക്സിങ്ങായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ റീസെൻ്റ്ലി ദാവീദ് വന്നിട്ടുണ്ടായിരുന്നു. ഇനി 1-2 പടങ്ങൾ എനിക്കൊന്ന് ഈ ബോക്സിങ്ങായിട്ട് ബന്ധപ്പെട്ട് തന്നെ വരാനുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. പോവുക, കാണുക, എൻജോയ് ചെയ്യുക. വെക്കേഷൻ സമയത്ത് പിള്ളേരൊക്കെ ആയിട്ട് നമുക്ക് ഫാമിലിയായിട്ടൊക്കെ പോയി അടിച്ചു പൊളിച്ച് കാണാൻ പറ്റുന്ന കുറച്ച് അഡ്രിനാലിൻ പമ്പൊക്കെ തരുന്ന വളരെ രസകരമായിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ള വളരെ ടെക്നിക്കൽ സൈഡൊക്കെ വളരെ ബ്രില്യൻ്റ് ആയിട്ട് സൗണ്ടായിട്ടുള്ളൊരു മൂവി തന്നെയാണ് ആലപ്പുഴ ജിങ്കാന. ഹൈലി റെക്കമെൻഡിങ് മൂവി തന്നെയാണ്. ധൈര്യമായിട്ട് നിങ്ങൾ പോയി കാണാം. കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ബൈ.